ഫോർമോളുള്ള PVR Audi 1 ഇതൊരു 2K ലേസർ 7.1 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് 240 വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻക്ലൂഡിംഗ് ടാക്സ് ആൻഡ് എവറിത്തിങ് PVR പാസ്പോർട്ട് ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് 123 രൂപയ്ക്കാണ് ടോട്ടൽ കാണാൻ പറ്റിയത്. പിന്നെ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണെന്ന് പറഞ്ഞല്ലോ, ഈ പടവും ഫ്ലാറ്റ് റേഷ്യോ ആണ്, അതുകൊണ്ട് തന്നെ ഫുൾ സ്ക്രീനിൽ പടം കാണാൻ സാധിച്ചു. ഗുഡ് ഫോർച്യൂൺ ഒരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ ആണ്. നമ്മളിപ്പോ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സൈൻഡ്, പിന്നെ അറയൻ 305 കടവുൾ, ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറി ലൈനൊക്കെ തന്നെയാണ്. 3 പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇതിലത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ആസിസ് അൻസാരിയാണ്. പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനും കൂടിയാണ്. ഒരു തമിഴ് വംശജനാണ്, പക്ഷെ ജനിച്ചതും വളർന്നതെല്ലാം പുറത്താണ്. പക്ഷെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മൂവി കാണുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അമേരിക്കയാണ്, ആക്ടേഴ്സ് വരുന്നതെല്ലാം ഹോളിവുഡിൽ നിന്നാണ്. പക്ഷേ നമുക്ക് ഈ സിനിമയ്ക്ക് ഒരു ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ്, പിന്നെ അറയൻ 305 കടവുൾ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരു കോമൺ മാൻ്റെ സ്ട്രഗിളാണ് ഈ സിനിമ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കോമൺ മാൻ വളരെ സ്ട്രഗിളായിട്ട് ജീവിക്കുന്ന, സ്വന്തം നീഡ്സിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളുടെ, അയാളുടെ മുമ്പിൽ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഗബ്രിയൽ കിയാനു റീവ്സ് ആണ്, പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ബോഡി സ്വാപ്പ് വെച്ചിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള സെയ്ത്ത് റോഗൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി സ്വാപ്പ് ചെയ്യാണ്. ബോഡി സ്വാപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം എന്താവും, അതായത് ഒരു ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തിന് പെട്ടെന്ന് ഒരു ബില്യണർ ലൈഫാണ് വന്നിരിക്കുന്നത്. അപ്പൊ അയാൾ കാട്ടിക്കൂടുന്ന അട്രോസിറ്റീസ് ഒക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതെല്ലാം വളരെ കോമഡി ആയിട്ട് കാണിച്ചിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോഡി സ്വാപ്പിൽ തിരിച്ചു പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം വിചാരിക്കണം, ആര്, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ നായകൻ. പക്ഷെ പുള്ളി അത് സ്വയം വിചാരിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ പെട്ടുപോകുന്നത് ആരാ, നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലാണ്. അതായത് ഏഞ്ചലിന് പണി കിട്ടി, പക്ഷെ കൂടെ പണിയിടുന്ന ആരാണ്, ഒരാളുടെ ബോഡിയാണല്ലോ സ്വാപ്പ് ചെയ്തിരിക്കുന്നത്, അയാൾക്കും പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ക്യാരക്ടേഴ്സ്, ഈ 3 ക്യാരക്ടേഴ്സിന്റെ ലൈഫ് പല രീതിയിൽ മാറി മറിയുന്നതാണ് കാണുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള വരുന്നത്, ഇത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന അസീസ് അൻസാരിയാണ്. പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് സിറ്റുവേഷൻസും പിന്നെ അതിനകത്തുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ പുള്ളിക്ക് എഴുതാൻ പറ്റും. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ, ചില ആ ക്യാരക്ടറിനോട് ഇറിറ്റേഷൻ തോന്നുന്ന സമയത്ത് ഇറിറ്റേഷനും അല്ലാതെ സംഭവങ്ങൾ പുള്ളി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെത്ത് റോഗന്റെ ക്യാരക്ടർ, പുള്ളി ആ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നതൊക്കെ വളരെ കോമഡി ആയിട്ട് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാനു റീവ്സ് ആണ് ഗാബ്രിയൽ എന്ന് പറയുന്ന ആ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ മനുഷ്യനായി മാറും. അപ്പൊ ഈ ഭൂമിയിൽ മനുഷ്യന്മാർ പെടുന്ന കഷ്ടപ്പാടുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, അത് കുറച്ച് വളരെ എന്താ പറയുക, പോയറ്റിക് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ടൂ പൊളിറ്റിക്കൽ ആയിട്ടൊന്നും അല്ല പോകുന്നത്, വെറും വേർഡിങ്സിലൂടെ ഒക്കെ ഇന്ന പോലെയൊക്കെയാണ്. കാരണം ഇതുപോലുള്ള വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ജനതയുണ്ട്. ആ ജനതയെ ബാക്കിയുള്ള ഒരു കോർപ്പറേറ്റ് ആണെങ്കിലും ബാക്കിയുള്ള അവിടുത്തെ സമൂഹമാണെങ്കിലും ഏത് കണ്ണിലൂടെയാണ് കാണുന്നത്, അവരുടെ സ്ട്രഗിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡയലോഗ്സിലൂടെ ചെറുതായിട്ടാണ് പറയുന്നത്. പക്ഷെ അത് നൈസായിട്ട് തോട്ട് പ്രൊവോക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഒരു സിമ്പിൾ കഥയാണ്, ഒന്നര മണിക്കൂർ എന്തോ സമയമുള്ളൂ. അതിനകത്ത് മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ്, പിന്നെ ഒരു നായിക. കാരണം ഇതുപോലുള്ള ഒരു സിനിമയിൽ നായിക വേണമല്ലോ. നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ സിനിമകളിലാണ് ഇങ്ങനെ ഒരു തോട്ടുള്ളത്, നായകൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നായിക വേണം. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു നായികയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്, പക്ഷെ രസമാണ്, അങ്ങനെ കണ്ടിരിക്കാം. നമുക്ക് വലിയ ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 1.5 മണിക്കൂർ. ഇതിന്റെ കിയാനു റീവ്സിന്റെ കുറെ സീക്വൻസ് ഉണ്ട്. കിയാനു റീവ്സ്, സെത്ത് റോഗൻ, ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസിൽ ഒരുപാട് കോമഡി സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് ഇവിടെ വരുന്ന, നമ്മുടെ ഭൂമിയിൽ വരുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലിന് പറ്റുന്ന അവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈസാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നമ്മൾ തന്നെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റിലുള്ള ചെറിയൊരു സംഭവം, ഒരു ഗ്ലിംസ് ഒക്കെ പോലെയുള്ള ആ സംഭവങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അറയൻ 305 കടവുൾ, അതിനകത്ത് അത് എൻ്റെ കഥ വേറെയാണ്. പക്ഷെ അതിനെയൊക്കെ പോലത്തുള്ള, നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഫാന്റസി പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സോ ഞാനിപ്പോൾ കണ്ടിറങ്ങിയേ ഉള്ളൂ. ദീപാവലി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സിനിമയ്ക്കും ആളുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചിട്ട് മൈക്കൊക്കെ പിടിച്ച് വെക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഗുഡ് ഫോർച്യൂൺ തന്നെയാണോ ഈ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചു ഗുഡ് ഫോർച്യൂൺ ആണെങ്കിൽ നല്ല സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മ റിലീസായില്ലേ, അതായത് നാളെ റിലീസാവുന്ന ദീപാവലി 21-ാം തീയതി റിലീസാവുന്ന പടത്തിനെ കുറിച്ച് അവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് മൈക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല റിസർച്ച് ടീമാണ് ഏതായാലും. അപ്പോൾ PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് എല്ലാം അടക്കം 123 രൂപയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നമുക്ക് ഫുൾ പൈസ വസൂൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നല്ലൊരു കോമഡി എന്റർടൈനറാണ്.